മഞ്ജുവിനെ കുറ്റക്കാരിയാക്കിക്കൊണ്ടുള്ള ചില ശബ്ദരേഖകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരുന്നത്. മഞ്ജു വാര്യർ മദ്യപിച്ചിരുന്നു എന്നും മഞ്ജു വാര്യർ മദ്യപിച്ചതിന് ചില കാരണങ്ങളുണ്ട് എന്നും ചില രാത്രികളിലും സംഭവങ്ങളിലൊക്കെ തന്നെ ഈ മഞ്ജു മദ്യപിച്ചതായി തന്നെ മൊഴി രേഖപ്പെടുത്തണമെന്നൊക്കെ ഡിവോഴ്സിലും ദിലീപിനോട് പലരും പറഞ്ഞിരുന്നു. അതായത് മൊഴി പറയുന്ന സമയത്ത് മഞ്ജുവിനെ കുറ്റക്കാരിയാക്കണമെന്നും മഞ്ജു അബോധാവസ്ഥയിലായിരുന്നു എന്നൊക്കെ പറയണമെന്നാണ് ഇപ്പോൾ കൃത്യമായി തന്നെ പറയുന്ന മൊഴി. ആ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു മഞ്ജു വാര്യറും ദിലീപും. തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇരുവരും ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയും ഇരുവരും വേർപിരിയുകയും ചെയ്ത്. അന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്ന വലിയ ചർച്ചാ വിഷയം തന്നെയായിരുന്നു. ഇന്നും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട്. ദിലീപ് ഏഴാം പ്രതിയായിട്ടുള്ള കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിലാണ് പുതിയൊരു ശബ്ദരേഖ കൂടെ പുറത്തു വന്നിരിക്കുന്നത്. അനൂപും അഭിഭാഷകനും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തുവരുന്നത്. നടി ആക്രമിച്ച കേസിൽ എങ്ങനെ കോടതിക്ക് മുൻപാകെ മൊഴി നൽകണമെന്ന് ദിലീപിന്റെ സഹോദരൻ അനൂപിനെ അഭിഭാഷകൻ പറഞ്ഞു പഠിപ്പിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിസ്താരണ വേളയിൽ എങ്ങനെ മൊഴി നൽകണമെന്നാണ് അഭിഭാഷകൻ പ്രധാനമായിട്ടും അനൂപിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇത് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. കേസിനെ അട്ടിമറിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ദിലീപിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ വിധത്തിലുള്ള ശ്രമം ഉണ്ടായി എന്ന് സ്ഥാപിക്കാനാണ് പ്രോസിക്യൂഷൻ ഇതിലൂടെ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നടി ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകളൊന്നായി എന്നാണ് വിലയിരുത്തുന്നത്. ദിലീപിന് ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് കോടതി പറയണം. ശ്രീകുമാർ മേനോൻ, ലിബർട്ടി ബഷീറും ദിലീപിന്റെ ശത്രുക്കളാണെന്ന് പറയണം. ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യറും തമ്മിൽ അടുപ്പമുണ്ടെന്ന് പറയണം. ഗുരുവായൂരിലെ ഡാൻസ് പ്രോഗ്രാമിന്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടായി എന്ന് പറയണം. ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായ കാര്യങ്ങളൊക്കെ ഇതിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ജു വാര്യറും ദിലീപും വേർപിരിയുന്നതിന് മുൻപ് മഞ്ജുവും ദിലീപും തമ്മിൽ വിവാഹബന്ധത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പലപ്പോഴായിട്ടും വഴക്കുകൾ ഉണ്ടാക്കാറുണ്ട് എന്നും കോടതിയിൽ പറയണമെന്നും അതിനോടൊപ്പം തന്നെ മഞ്ജുവിന് മദ്യപാനം പതിവായിരുന്നു എന്ന് പറയണമെന്നൊക്കെ പഠിപ്പിച്ചു നൽകുന്നതായിട്ട് ഓഡിയോ ക്ലിപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ ഇത് കൃത്യമായി എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നൊന്നും ഇതുവരെയായിട്ടും വ്യക്തത ലഭിച്ചിട്ടില്ല. എന്തിനെ ആസ്പദമാക്കിയാണ് അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് എന്നും ഇതുവരെയായിട്ടും ലഭിച്ച വിവരങ്ങളിൽ നിന്നും വ്യക്തമായിട്ടില്ല.